ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഇരുന്നുകൊണ്ട് ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. 19-ാം സങ്കീർത്തനം ഇന്നലെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ മഹത്വത്തെ, ആകാശവും ആകാശവിധാനവും അതിലുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം അവിടുത്തെ മഹത്വത്തെ വാക്കും ഭാഷണവും ഇല്ലാതെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതായ കാര്യം. ആ ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ, മഹത്വപ്പെടുത്താവൂ എന്നുള്ള ദൈവകൽപ്പനകൾ കൂടി ഇന്ന് രാത്രിയിൽ ഓർക്കുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. അപ്പോൾ ആകാശവും ആകാശവിധാനവും അതിലുള്ള സൂര്യനും നക്ഷത്രങ്ങളും ഗോളങ്ങളും മാത്രമല്ല അവിടുത്തെ മഹത്വത്തെ വർണ്ണിക്കുന്നത്. അതിനുള്ള എല്ലാ സാധ്യതയും ദൈവം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതായ കാര്യം മറന്നുപോകും. രാത്രിയിൽ നമ്മൾ പാടിയ പാട്ടുകൾ കർത്താവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതാണ്. ഇവിടെ നിന്ന് പ്രോഗ്രാം നടത്തുന്നത് തന്നെ അവിടുത്തെ മഹത്വത്തെ നമ്മൾ വെളിപ്പെടുത്തുന്നതാണ്. അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ എവിടെ നോക്കിയാലും ദൈവത്തിൻ്റെ കരവിരുത്, അവിടുത്തെ മഹത്വം, ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തമായി തന്നെ തിരിച്ചറിയാവുന്നിരിക്കെ പലപ്പോഴും നമ്മൾ ദൈവത്തെ മറന്നും ദൈവത്തെ തിരസ്കരിച്ചും ദൈവത്തെ തള്ളിപ്പറഞ്ഞും ജീവിക്കുന്നവരായി മാറുന്നത് വലിയ സങ്കടമാണ്. ഇന്ന് രാത്രിയിൽ ഈ സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങളിൽ കൂടി ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന കാര്യം സംസാരിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ, ഭാഗം ഭാഗമായി കർത്താവ് നമുക്ക് നൽകിയ ഈ ന്യായപ്രമാണം അല്ലെങ്കിൽ ഈ സത്യവേദ പുസ്തകം ദൈവത്തിൻ്റെ മഹത്വത്തെ മാത്രം വർണ്ണിക്കുന്നത്. ഈ ലോകത്തിൽ എടുത്തു പറയത്തക്ക പല കാര്യങ്ങളും ഉണ്ടെങ്കിലും, വർണ്ണിക്കുവാൻ കഴിയുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിലും, ഇതിനകത്ത് പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവത്തെയും ദൈവ മഹത്വത്തെയുമാണ്. അത് മനുഷ്യ ജീവിതത്തെ, ഈ പ്രപഞ്ചത്തെ, ഇതിലുള്ളതിനെയെല്ലാം ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാറ്റിൻ്റെയും നിലനിൽപ്പ് ഈ ദൈവം നൽകിയ പ്രമാണത്തിനകത്ത് അടങ്ങിയിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ളതായ ദീർഘമായ പ്രവചനങ്ങൾ, വളരെ ശക്തമായ ഉപദേശങ്ങൾ, താക്കീതുകൾ, തർജ്ജനങ്ങൾ ഒക്കെ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് എല്ലാ മനുഷ്യനെയും അത് വളരെ സ്വാധീനിക്കുന്നു എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. ഇവിടെ വായിക്കുന്ന 7-ാം വാക്യം, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. അപ്പോൾ ദൈവം നമുക്ക് കനിഞ്ഞ് നൽകിയതായ ഈ ന്യായപ്രമാണം അത് എല്ലാ രീതിയിലും തികവുള്ളതാണ്. ഒരു ന്യൂനതയും ഇന്ന് വരെയും ആർക്കും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവം മനുഷ്യരുടെ നാശത്തിനായി എഴുതി വച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക് ഇതിനകത്ത് ആർക്കും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുകയില്ല. എല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്കും അവരുടെ നിലനിൽപ്പിനും വേണ്ടിയുള്ളതായതുകൊണ്ടും മാത്രമല്ല, അവരുടെ ചൂടേറിയ ഈ മരുഭൂമി യാത്രയിൽ അവരുടെ പ്രാണനെ അത് തണുപ്പിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യനെ അത് വല്ലാതെ സ്വാധീനിക്കുന്നുവെന്ന് നാം പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പം ജീവിതത്തിലെ ഏത് നിരാശയിലും ദുഃഖത്തിലും വേദനയിലും രോഗത്തിലും നമുക്ക് സഹിപ്പാൻ കഴിയാത്ത, ദാവീദ് പറയുന്ന പോലെ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ഏത് പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലും ദൈവത്തോട് നിലവിളിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാനും ദൈവം നൽകിയിരിക്കുന്നതായ ഈ ന്യായപ്രമാണം അതൊരു വ്യക്തിയുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്നു. അതിൻ്റെ പ്രാണനെ അത് തണുപ്പിക്കുന്നു. എത്ര ആശ്വാസകരമായ വാക്കുകളും വചനങ്ങളുമാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുവായ്മൊഴികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. വളരെ സൗമ്യമായ യേശുക്രിസ്തുവിൻ്റെ ലളിതമായ ലാളിത്യം നിറഞ്ഞ ആ തിരുവായ്മൊഴികൾ
എല്ലാവരെയും സ്വാധീനിക്കുവാനിടയെ തീർന്നു. യേശുവിന് മുമ്പിൽ കടന്നു വന്നവരെ കുറിച്ച് നമുക്കറിയാം. ഏതെല്ലാം തരത്തിൽ പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയ വ്യക്തികളാണ് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നത്. അവരെയെല്ലാം യേശു ആശ്വസിപ്പിച്ചു, അവരെ സൗഖ്യമാക്കി, അവർക്ക് വിടുതൽ നൽകി. അവരായിരുന്ന സാഹചര്യങ്ങൾക്കെല്ലാം വലിയ വ്യത്യാസം വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രമാണത്തിന് വലിയ ശക്തിയുണ്ടായിരുന്നു. അത് മനുഷ്യന്റെ പ്രാണനെ തണുപ്പിക്കും. ദൈവത്തെക്കുറിച്ചുള്ളതായ സാക്ഷ്യം അതെല്ലാ രീതിയിലും വിശ്വാസ്യമാകും. നമുക്ക് അവിശ്വസിക്കാവുന്ന ഒരു കാര്യവും ഇതിനകത്ത് എഴുതിയിട്ടില്ല, ഒരു ഐതിഹ്യങ്ങളും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഈ ഭൂമിയിൽ മനുഷ്യരാശി എന്ന് ആരംഭം കുറിച്ചു, അതല്ലെങ്കിൽ ലോകാരംഭത്തിന് മുന്നമേ തുടങ്ങിയതായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി വിശ്വസിക്കാവുന്ന നിലയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന യഹോവയെക്കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ളതായ സാക്ഷ്യം അതെല്ലാ നിലയിലും അത് വിശ്വാസ്യമാകുന്നു. ഒരിക്കലും നമുക്കത് അവിശ്വസിക്കേണ്ടതായ കാര്യം വരുന്നില്ല. അത് വിശ്വസിക്കാവുന്ന വചനങ്ങൾ അത്രയെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അടുത്ത ഭാഗത്ത് പറയുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ടുള്ളവർ വലിയ ജ്ഞാനവും പണ്ഡിതന്മാരും ഒന്നുമായിരുന്നില്ല. അവരൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളതായ വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി സ്വാധീനിക്കുവാനിടയായി തീർന്നു. ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം അവരെ പ്രയോജനപ്പെടുത്തി വരാൻ പോകുന്ന ഭാവി കാലങ്ങളെ കുറിച്ച് വ്യക്തമായി പ്രവചിക്കുവാൻ തക്കവണ്ണം സർവശക്തൻ അവരെ ഉപയോഗിച്ചു. അനേക രോഗികളെ അവർ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, ഭൂതബാധിതരെ സൗഖ്യമാക്കി. അങ്ങനെ അനവധി കാര്യങ്ങൾ അവരിൽ കൂടി ദൈവം ചെയ്യുവാനിടയായി. ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം ആത്മീയമായും ഭൗതികമായും അവർക്ക് വേണ്ടി ദൈവം ചെയ്തതും ചെയ്യാനിരിക്കുന്നതും എല്ലാം ഈ ശിഷ്യന്മാരെ കൊണ്ട് ദൈവം ഇതിനകത്ത് എഴുതി വെൽപ്പിക്കുവാനിടയായി. അവരുടെ ജ്ഞാനം എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇത്രയേറെ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ ദൈവം പ്രമാണം നൽകിയത് എല്ലാവർക്കും അത്ഭുതമാണ്. അത് വലിയ മഹത്വമാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. അത് തികവുള്ളതാണ്, അത് വിശ്വാസയോഗ്യമാണ്. ദൈവത്തിന്റെ വചനം എല്ലാവർക്കും അംഗീകരിക്കാവുന്നതും വിശ്വസിക്കാവുന്നതുമായ വചനം അത്രയെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോൾ ദൈവം ആകാശത്തിൽ കൂടിയും ആകാശവിധാനത്തിൽ കൂടിയും ഈ പ്രപഞ്ചത്തിൽ കൂടി മാത്രമല്ല തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാം തിരിച്ചറിയുക. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. അപ്പോൾ എത്ര ശ്രേഷ്ഠമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ സാക്ഷ്യങ്ങളും വചനങ്ങളും ന്യായപ്രമാണങ്ങളും. അത് തേനിലും തേൻകട്ടയിലും മധുരമായവയാണ്. ദൈവത്തിന്റെ വചനം വായിച്ചിട്ട് അതിനകത്ത് നിന്ന് അരുതാത്തതെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ ഒന്നുമില്ല. തേനിലും തേൻകട്ടയിലും അത് മധുരമുള്ളവയാണ്. ദാവീദ് പറയുകയാണ്, ആടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്നതിനൊക്കെ പ്രതിഫലമുണ്ട്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന
ആ പ്രതിഫലത്തെക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠകരമായ പ്രതിഫലമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെന്നറിയാം. എത്ര പേരത് തിരിച്ചറിയുന്നു? അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. അകൽ ഇന്ന് രാത്രിയിൽ നമുക്ക് ആ പാറയും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അങ്ങേ വാക്കുകൾ കൊണ്ടും ഹൃദയത്തിലെ ദൈവത്തോടുള്ളതായ സ്നേഹം കൊണ്ടും ധ്യാനം കൊണ്ടും അങ്ങേക്ക് ഞങ്ങളുടെ മേൽ പ്രസാദം വരുമാറാകട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ നമുക്ക് കഴിയുന്ന എല്ലാ സാധ്യതകളും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവത്തെ യഥാർത്ഥമായി നമ്മൾ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ശിഷ്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞങ്ങൾ തൊട്ടതും കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ ജീവന്റെ വചനം. അത് അനുഭവിച്ചറിഞ്ഞവരാണ്, അത് ആസ്വദിച്ചവരാണ്, അത് തേനിലും തേൻകട്ടയിലും നല്ലതെന്നും മധുരമുള്ളവയെന്നും മനസ്സിലാക്കിയവരാണ്. അവർ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? അവരെങ്ങനെ ദൈവത്തെ പാടാതിരിക്കും? അവരെങ്ങനെ കർത്താവിന് വേണ്ടി ജീവൻ നൽകാതിരിക്കും? അതുകൊണ്ടാണ് ഒരു ജ്ഞാനവും വിവേകവും ഇല്ലാതിരുന്നതായ തൻ്റെ ശിഷ്യന്മാർ അവരുടെ ജീവൻ പോലും പണയം വെച്ച് കർത്താവിനെ സ്നേഹിക്കുവാനിടയായി തീർന്നു. അവരുടെ ഈഹലോകത്തിലെ എല്ലാ ഭൗതിക നന്മകളും അവർ കർത്താവിന് വേണ്ടി നഷ്ടപ്പെടുത്തുവാനിടയായി തീർന്നു. അവരുടെ ജീവിതം പോലും അവർ ദൈവനാമ മഹത്വത്തിനായി അവർ ഒഴിഞ്ഞു വയ്ക്കുവാനിടയായി തീർന്നു. അപ്പൊ ദൈവത്തിൻ്റെ മഹത്വം നമ്മളെ എല്ലാ നിലയിലും തികവുള്ളതാക്കി തീർക്കുന്നു. നമ്മളെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. ആകയാൽ ഇന്ന് രാത്രിയിലെങ്കിലും നാം തിരിച്ചറിയുക, ദൈവത്തെയും മഹത്വത്തെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ചെയ്യാൻ പോകുന്ന ഇഹലോകത്തിലെയും പരലോകത്തിലെയും ദൈവികമായ നന്മകളും വാഗ്ദത്തങ്ങളും ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇവ പ്രമാണിക്കുന്നവനാൽ വളരെ പ്രതിഫലമുണ്ട്. ആ വലിയ പ്രതിഫലത്തിന് വേണ്ടിയാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ തൻ്റെ ജീവനെ കളയുവാനിടയായി തീർന്നു. അവന് വേണ്ടി സകലവും നഷ്ടപ്പെടുത്തുവാൻ ഇടയായി തീർന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോഴവിടെ ലഭിക്കുന്നതായ പ്രതിഫലമോർത്താൽ ഇവിടുത്തെ കഷ്ടങ്ങളും നഷ്ടങ്ങളും സാരമില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. ഇഹലോകത്തിൽ ജീവിച്ചിരിക്കുന്നതും കർത്താവിന് വേണ്ടി മരിക്കുന്നതും ജീവിതത്തിൽ വലിയ ലാഭമായി കണ്ട ആ പ്രതിഫലത്തിനായി നമുക്കും രാത്രിയിൽ അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാനും അവനെ സ്തുതിക്കുവാനും ആത്മാർത്ഥമായി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനും സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മളെ താഴ്ത്തി സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കേട്ട വചനങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ താഴ്ത്തുന്നു സമർപ്പിക്കുന്നു. അവിടുത്തെ മഹത്വത്തെ വർണ്ണിക്കുന്ന ആകാശവും ആകാശവിധാനവും സൂര്യനും ചന്ദ്രനും ഗോളങ്ങളും നക്ഷത്രങ്ങളും ഈ ലോകത്ത് ഞങ്ങൾക്ക് വിശ്വസിക്കാവുന്നതും പ്രമാണിച്ചാൽ വലിയ പ്രതിഫലം ലഭിക്കുന്നതുമായ ന്യായപ്രമാണവും ഞങ്ങളെ ജ്ഞാനിയേക്കാൾ ജ്ഞാനിയാക്കുന്ന ആ ദൈവിക വചനങ്ങളും ഞങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന, ഞങ്ങളെ നിർമ്മലമാക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളും ഇന്ന് രാത്രിയിൽ തേനിലും തേൻകട്ടയിലും മധുരമുള്ളവയെന്ന് മനസ്സിലാക്കി അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. അവിടുത്തെ ഞങ്ങളെ സഹായിക്കണം, കൃപ കൂടെ ഇരിക്കണം. യേശുവിൻ ധന്യമറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.